ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജാൻഫി. ഇതെന്താ സംഭവം ഇത്? ഇതാണ് നമ്മളുടെ ജൈവവളം. ഓക്കെ, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഇൻഗ്രീഡിയൻസ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാടയുടെ കാഷ്ടം ബേസ് മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുമ്മായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തുള്ളത് സമ്പൂർണ്ണ വളമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഏത് ചെടികൾക്ക് വേണമെങ്കിലും പച്ചക്കറി. ചൂട് കൂടുതലുണ്ടാവോ ഇത് ഇട്ട് കഴിഞ്ഞാൽ? വെള്ളം ചൂട് പോയിട്ടുള്ളതാണ്, ചെറിയ തോതിൽ ചൂടുണ്ടാവും. പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം കഴിഞ്ഞത് ചെടികൾക്ക് സ്വീകരിക്കാൻ പാകത്തിനായിട്ടുള്ള വളമാണ്. ഓക്കെ, അപ്പോൾ വെള്ളം സുലഭമായിട്ട് വേണം, സുലഭമായിട്ട് കൊടുക്കണം. വളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം സുലഭമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് താങ്കളുടെ റബ്ബർ തോട്ടം ഭാഗം ഏരിയ ആണല്ലോ, ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ അല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും, എത്ര ബാഗ് ഉണ്ടാവും ഇതിപ്പോൾ? ഏകദേശം ഒരു 1500-2000 ബാഗുകൾ ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു 1000 ബാഗ് റെഡിയാക്കാനുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഹരിതകേന്ദ്ര എന്ന സംവിധാനത്തിലേക്ക് താങ്കൾക്ക് കേരളം ഉടനീളം ഇപ്പോൾ ഇത് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലേ? ചെറുതായിട്ട് എക്സിബിഷനും കാര്യങ്ങളൊക്കെ എക്സിബിഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിരാവിലെ തന്നെ കൃഷിയിടങ്ങളും സന്ദർശനങ്ങളും പണികളാണ് അല്ലേ? അതെ അതെ. ഇത് ബംഗാളികളാ? അല്ല, ഒരു ജാർഖണ്ഡുകാരാണ്. ജാർഖണ്ഡ് എന്നുള്ള ജോലിക്കാരാണ്. ഓഹോ, आपका नाम क्या है? आपका अच्छा है इधर केरला में मज़ा है ना? काम है. അപ്പം ഇത് എത്ര കിലോൻ്റെ പാക്കേജാണത്? ഇത് 50 കിലോയുടെ പാക്കറ്റാണ്. ചാക്കുകൾ, ഒരു ചാക്കിൽ 50 കിലോ. അങ്ങനെ നമ്മുടെ മിസ്റ്റർ ജാൻഫിയുടെ വളം നിർമ്മാണ കേന്ദ്രമാണത്. അപ്പോൾ ഇത് എല്ലാവരും അത് സ്വീകരിക്കാം. ഇതെന്ത് മെഷീനാണിത്? ഇതത് പൊടിക്കാനുള്ള മെഷീനാണത്. പൊടിച്ച് നമ്മൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ച് ചാക്കിലാക്കും. ഇതിപ്പോൾ വർഷത്തായാലും വേനലായാലും ഇതിങ്ങനെ മൂടിയൊക്കെ ഇടും അല്ലേ? എല്ലാം പ്രോസസ്സിങ് നടന്നുകൊണ്ട് നമ്മുടെ ഷെഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ സീസൺ തീരുന്നതോടുകൂടി നമ്മൾ ഷെഡ് റെഡിയാക്കും. ഷെഡ് അപ്പുറത്തെ ഷെഡ് ഉണ്ടല്ലേ? ഇവിടെ തന്നെ ഷെഡ് റെഡിയാക്കും. അപ്പോൾ ഇതാണ് ജാൻഫിയുടെ റബ്ബർ തോട്ടങ്ങൾ. ഇവിടെ കോഴി ഫാമുണ്ട്, അപ്പുറത്ത് അഗ്രികൾച്ചർ കാട ഫാമുണ്ട്, അഗ്രികൾച്ചറിൻ്റെ തോട്ടം അപ്പുറത്തുണ്ട്. അത് അപ്പുറത്തെ സൈഡ് പാടം സൈഡാണ്. പച്ചക്കറികൾ, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സുകളുണ്ട്, കവുങ്ങ്, ഓൾമോസ്റ്റ് എല്ലാം മിക്സഡ് ഒരു കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ജാൻഫിയുടെ. എങ്ങനെയാണ് അതിനെ കുറിച്ച്? ക്രോപ്പ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള വിളകൾ. ഓക്കെ, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, വാഴ, നെല്ല്, പച്ചക്കറികൾ, അങ്ങനെയുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ ആദ്യം ദുബായിലായില്ലായിരുന്നു? ബുർജ് ഖലീഫ അവിടെയൊക്കെ സ്ക്രാപ്പ് ബിസിനസ് ഒക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ മതിയാക്കി ഇവിടെ ഒരു കൃഷിക്കാരനായിട്ട് ഇപ്പോൾ അവിടുത്തെ പ്രോഗ്രാമെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുകയാണ്. ആദ്യം ഷുഗറിൻ്റെ ഒക്കെ ഗുളിക കഴിച്ചപ്പോൾ ഒന്നുമില്ലാണ്ട് നാച്ചുറോപ്പതിയാണല്ലേ? ഇപ്പോൾ എല്ലാം നാച്ചുറോപ്പതി ലൈഫ് സ്റ്റൈലാണ്. ജേക്കബ് വടക്കഞ്ചേരി, ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ ശിഷ്യനാണ് പറയാം. പിന്നെ യോഗ ക്ലാസ്സും കൊടുക്കണമെന്നുണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഇതിൽ? പഠിപ്പിക്കാറുണ്ട്. അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള സ്ഥലം പാകിസ്ഥാനിലെങ്കിൽ ഇനി അടുത്തത് നമ്മുടെ കേരളത്തിൽ ഇളനാടായിരിക്കണം അല്ലേ? അങ്ങനെ ഒരു പാഷൻ, അങ്ങനെ കൺസെപ്റ്റൊക്കെ ഉണ്ടെന്നാണല്ലേ? നല്ല കാര്യം അത്. നമ്മുടെ സമൂഹത്തിലൊരു കയ്യൊപ്പ് ഉണ്ടാക്കുക, നമ്മുടെ ഒരു ചിന്താഗതി, പുതിയ പുതിയ ചിന്താഗതി മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റൊക്കെ നല്ല 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 ചിന്താഗതിയാണ് അതൊക്കെ. മനുഷ്യന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ട്രെയിനാണ് ഇനി ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏത് രോഗങ്ങളും നമ്മളുടെ പച്ചക്കറികൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഇവിടെ വിളയുന്ന 12ഓളം പച്ചക്കറികൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കറക്റ്റാവും, അസിഡിറ്റി പ്രോബ്ലം ശരിയാവും, അതായത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് നമുക്ക്. താങ്കളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 6:30 നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കും. വെജിറ്റബിൾസിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്, ആ വെജിറ്റബിൾ ജ്യൂസ് കഴിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറയേണ്ടത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 12 തരം പച്ചക്കറികൾ എന്ന് പറഞ്ഞത്. അതേതെന്ന് പറയാം. അതിലത്തെ ഒന്നാമത്തതാണ് നമ്മൾ കുമ്പളങ്ങ, രണ്ടാമത്തത് വഴുതനങ്ങ, മൂന്നാമത്തത് കൊത്തവരയ്ക്ക അല്ലെങ്കിൽ ക്ലസ്റ്റർ ബീൻസ് എന്ന് പറയും, നാലാമത്തത് പടവലങ്ങ, അഞ്ചാമത്തത് മത്തങ്ങ, ആറാമത്തത് കോവയ്ക്ക, ഏഴാമത്തത് മുരിങ്ങക്കായ, എട്ടാമത്തത് പീച്ചിങ്ങ എന്ന് പറയും, ഒമ്പതാമത്തത് മൂത്ത തേങ്ങ കൊപ്ര തേങ്ങ, പത്താമത്തത് ചെറുനാരങ്ങ, 11ാമത്തത് വെണ്ടക്കായ, 12ാമത്തത് പച്ച വാഴയ്ക്ക. ഈ 12 ഐറ്റംസിനും ഓരോ ഗുണങ്ങളുണ്ടല്ലേ? ഈ 12 ഐറ്റങ്ങളിലും നമുക്ക്